Module 4 Company Management. Appointment of Director elected by small shareholders. Section 151. A listed company may have one director elected by such small shareholders in such a manner and with such terms and conditions as may be prescribed. The expression small shareholders means a shareholder holding shares of nominal value of not more than 20,000 rupees or such other sum as may be prescribed. ഇവിടെ നമ്മൾ പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ ബൈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡിങ്സിൽ 20,000 റുപ്പീസിൽ കൂടാതെ ഉള്ള ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സിനെയാണ് സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് ദേ ആർ ഷെയർ ഹോൾഡേഴ്സ് ബട്ട് ദേ ഹോൾഡ് ഓൺലി, അല്ലെങ്കിൽ അവർ പൊസസ് ചെയ്യുന്നത് ഓൺലി അല്ലെങ്കിൽ നോട്ട് മോർ ദാൻ 20,000 റുപ്പീസിൽ എമൗണ്ടിൽ മുകളിലുള്ള ഷെയർസ്. The expression small shareholders means a shareholder holding shares of nominal value of not more than 20,000 rupees or such other sum as may be prescribed. ഇവിടെ സ്മോൾ ഡയറക്ടർ, ഇവിടെ നമ്മൾ പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ ഇലക്റ്റഡ് ബൈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ആണ്. സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ടോട്ടൽ ഷെയർസിൽ ഇവരുടെ ഷെയർ ഹോൾഡിങ്സ് എന്ന് പറയുന്നത് മാക്സിമം 20,000 റുപ്പീസ് ആയിരിക്കും. അതായത് ഒരു കമ്പനിയുടെ ഫുൾ ഷെയറിൽ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അവരുടെ ഷെയർ എന്ന് പറയുന്നത് മാക്സിമം 20,000 റുപ്പീസ് അതിനുള്ളിലുള്ള ഷെയർസ് ആയിരിക്കും. ദെൻ അങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സിനെയാണ് സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഇലക്ട് ചെയ്യുന്ന ഡയറക്ടറിനെയാണ് അത് അവരുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിൻ്റെ കാര്യമാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. പൊസിഷൻ ഓഫ് ഡയറക്ടേഴ്സ്. The legal position of director cannot be precisely stated. They have been described as agents, trustees, managing partners, employees, etc. None of these roles could be used exhaustively state the powers and responsibilities of directors. അപ്പോൾ ഡയറക്ടേഴ്സ് എന്ന് ഉള്ള പൊസിഷൻ, ആ പൊസിഷന് കറക്റ്റായിട്ട് അതിൻ്റെ ലീഗൽ പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ലോസിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. അവർ ഏജൻസ് ആവാം, ട്രസ്റ്റീസ് ആവാം, മാനേജിങ് പാർട്ട്നേഴ്സ് ആവാം, എംപ്ലോയീസും ആവാം. ഓക്കെ, none of these roles could be used exhaustively state the powers and responsibilities of directors. നമ്മളിപ്പോൾ പറഞ്ഞ ഈ എല്ലാ പൊസിഷൻസും നമ്മൾ പറഞ്ഞു, കുറച്ച് പൊസിഷൻസ് പറഞ്ഞു. ആ പൊസിഷൻസ് ഒന്നും അവരുടെ കറക്റ്റ് പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളത് പറയുന്നില്ല, അല്ലേ? പല സ്റ്റേറ്റസ് അല്ലെങ്കിൽ പല സ്റ്റേറ്റ്സിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇതിലും കറക്റ്റായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഇവിടെ താഴെ directors as agents, employees, officers, trustees, then as managing partner, ഇത്രയും കാര്യങ്ങളിൽ ഡയറക്ടർ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ഫസ്റ്റ് തന്നെ വരുന്നത് ഡയറക്ടർ ആസ് ഏജൻറ്റ്സ്. എ കമ്പനി ആസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആക്ട് ത്രൂ ദ ഡയറക്ടേഴ്സ്. Then director are to some extent the agents of a company since they are elected representatives of shareholders. Okay, ഇവിടെ പറയുന്നത് ഡയറക്ടേഴ്സ് ഏജൻസ് ആണ് ആരുടെ? ഷെയർ ഹോൾഡേഴ്സിൻ്റെ. കാരണം ഷെയർ ഹോൾഡേഴ്സ് ഇലക്ട് ചെയ്യുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഡയറക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, കമ്പനി എന്നുള്ളത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ കമ്പനി വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് ഇലക്ട് ചെയ്യുന്ന പേഴ്സൺസ് വഴിയാണ്, അതായത് ഡയറക്ടേഴ്സ് വഴിയാണ്. ദെൻ ഡയറക്ടേഴ്സിൻ്റെ റോള് ചില ടൈമിൽ നോക്കുമ്പോൾ ഏജൻസിൻ്റെ റോളാണ്. കാരണം അവർ ജസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്, അല്ലേ? ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. Then the general principle of contract governing the relationship between agent and principal can be applied to the
great extent in the relationship between director and a company. അപ്പോൾ ഡയറക്ടറും കമ്പനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾക്ക് ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പാണ് എന്ന് പറയാം. കാരണം ഇവിടെ കമ്പനി എന്ന് പറയുന്നത് അവരുടെ ഷെയർ ഹോൾഡേഴ്സാണ് അല്ലേ. ഷെയർ ഹോൾഡേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുക. അവിടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. ദെൻ ഷെയർ ഹോൾഡേഴ്സ് ഇലക്ട് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഡയറക്ടർ എന്ന് പറയുന്നത് ഇവിടെ ഏജൻ്റാണ്. ദെൻ കമ്പനി എന്ന് പറയുന്നത് അവിടെ പ്രിൻസിപ്പളാണ്. അല്ലെങ്കിൽ കമ്പനി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ അവിടെ ഷെയർ ഹോൾഡേഴ്സ് പ്രിൻസിപ്പൽ എന്നുള്ള സ്റ്റാറ്റസിലും ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഏജൻ്റായിട്ടും ആക്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ പറയുന്നുണ്ട്, എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ഡയറക്ടേഴ്സ് ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ കോൺട്രാക്ട്സ് എൻറ്റേർഡ് ഇൻ ടു ഓൺ ബിഹാഫ് ഓഫ് എ കമ്പനി. Then, but strictly speaking, they are not agents because their powers are more extensive than of agents. Then, ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്, ഡയറക്ടേഴ്സ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ ബിഹാഫിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഡയറക്ടേഴ്സിനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിനെ ഏജൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഏജൻസ് ചെയ്യുന്നതിനേക്കാളും വളരെ അവരുടെ ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളും ഏജൻസ് ഒരു ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പിൽ ഏജൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. സോ നമ്മൾക്ക് ഡയറക്ടേഴ്സിനെ ഏജൻ്റ് ആണ് എന്ന് സ്ട്രിക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് ഡയറക്ടേഴ്സ് ആസ് എംപ്ലോയീസ്. Though directors are termed as professional employees of a company, they are not strictly employees. Then they cannot claim remuneration as a preferential creditor in the event of his winding up. But there is nothing to prevent a director from being a servant of a company under a special contract of service which he may enter into with the company. അപ്പോൾ ഡയറക്ടർ ആസ് എൻ എംപ്ലോയി എന്ന് പറയുന്നതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ പറയുന്നത്. ഡയറക്ടേഴ്സിന് പ്രൊഫഷണൽ എംപ്ലോയീസ് എന്ന് പറയാം. കമ്പനിയുടെ പ്രൊഫഷണൽ എംപ്ലോയീസ് എന്ന് ഡയറക്ടേഴ്സിനെ പറയാം. പക്ഷേ ആക്ച്വലി നമ്മൾക്ക് അവർ എംപ്ലോയീസ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഡയറക്ടേഴ്സാണ്, അല്ലെങ്കിൽ കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. അവിടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഡയറക്ടറാണ്. സോ നമ്മൾക്ക് അവിടെ പ്രൊഫഷണൽ എംപ്ലോയീസ് എന്ന് പറയാം. ബട്ട് സ്ട്രിക്ട്ലി നമ്മൾക്ക് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾക്ക് അവർ എംപ്ലോയീസ് ആണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ. ദേ ക്യാനോട്ട് ക്ലൈം റെമ്യൂണറേഷൻ ആസ് എ പ്രൊഫഷണൽ ക്രെഡിറ്റ് അറ്റ് ദ ഇവൻ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ ചോദിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ. കാരണം പ്രൊഫഷണൽ എംപ്ലോയി ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ വൈൻഡിങ് അപ്പ് ഫീ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഈ എംപ്ലോയിക്ക് കമ്പനിയിൽ നിന്നും ക്ലൈം വാങ്ങാനായിട്ട് റെമ്യൂണറേഷൻ ക്ലൈം ചെയ്യാനായിട്ട് പറ്റില്ല. But there is nothing to prevent the director from being a servant of a company under a special contract or service which may be entered into with the company. കമ്പനിയായിട്ട് ഈ പറയുന്ന ഡയറക്ടേഴ്സിന് ഒരു സർവൻറ്റ് മാസ്റ്റർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിലും സ്ട്രിക്ട്ലി നമ്മൾക്ക് പറയാൻ പറ്റില്ല. അവരൊരു കോൺട്രാക്റ്റ് വെച്ച് നോക്കുമ്പോൾ ആ കമ്പനിയും അവിടുത്തെ ഡയറക്ടറും തമ്മിലുള്ള ഒരു സർവൻറ്റ് മാസ്റ്റർ റിലേഷൻഷിപ്പാണ്. എങ്കിലും നമ്മൾക്ക് സ്ട്രിക്ട്ലി ഡയറക്ടർ എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു എംപ്ലോയി ആണ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡയറക്ടർ ആസ് ഓഫീസേഴ്സ്. For certain matters under the Companies Act, the director are treated as officers of a company. Section 2, subsection 30. They are liable to penalties if the provisions of the Companies Act are not strictly compiled. അപ്പോൾ ഡയറക്ടേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ഓഫീസേഴ്സ് ഓഫ് എ കമ്പനി. സെക്ഷൻ 2 സബ്സെക്ഷൻ 30 അനുസരിച്ച് കമ്പനീസ് ആക്റ്റിൽ പറയുന്നുണ്ട്
ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഓഫീസേഴ്സ് എന്നുള്ള രീതിയിലും നമ്മൾക്ക് പറയാം. കാരണം ഇൻ കേസ് കമ്പനിയിൽ പറയുന്ന ലോസ്, കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള ലോസ് ആൻഡ് റൂൾസും അവരുടെ പ്രൊവിഷൻസും ഒക്കെ കറക്റ്റായിട്ട് കംപ്ലൈ ചെയ്തില്ല അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ പെനാൽറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലയബിളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സ് ഓഫീസേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് ആണ് ഡയറക്ടേഴ്സ് ആസ് ട്രസ്റ്റീസ്. The directors have also been described as trustees of a company. They are trustees of a company's money or property which comes into their hands or which is actually under their control, of the powers entrusted to them. അപ്പോൾ നമ്മൾക്ക് പറയാം they are trustees of a company. എന്ത് കേസിൽ? ആ കമ്പനിയുടെ മണി ആൻഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ ആക്ച്വൽ കൺട്രോള് ഈ പറയുന്ന ഡയറക്ടേഴ്സിൻ്റെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ട്രസ്റ്റീസ് എന്ന് പറയാം. ദെൻ ഓഫ് ദ പവേഴ്സ് എൻട്രസ്റ്റഡ് ടു ദം, അവർക്ക് വെച്ച് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ താഴെ വരുന്ന പവേഴ്സ് ഈ ഒരു രീതിയിലാണ് എന്നുണ്ടെങ്കിൽ, ഒരു ട്രസ്റ്റി ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ ഇവൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരെ ട്രസ്റ്റീസ് എന്നും പറയാം. അതായത് ഒരു ഡയറക്ടർ ട്രസ്റ്റി ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ മണി ആൻഡ് പ്രോപ്പർട്ടി അതിൻ്റെ കൺട്രോള് ഫുള്ള് ഈ പറയുന്ന പേഴ്സൻ്റെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അതിൻ്റെ പവേഴ്സും ഈ പേഴ്സൻ്റെ കീഴിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരെ ട്രസ്റ്റി എന്ന് പറയാം. Then directors must account for all the money of a company and the property over which they exercise control. അപ്പോൾ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഡയറക്ടറിനാണ് ആ കമ്പനിയുടെ ഫുൾ മണി ആൻഡ് പ്രോപ്പർട്ടിയുടെ ഓവർ അതിൻ്റെ രണ്ടിൻ്റെയും കൺട്രോളും അതിൻ്റെ ഫുൾ അതിൻ്റെ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോള് ഈ പറയുന്ന ഡയറക്ടേഴ്സിൻ്റെ കയ്യിലാണ്. They have to refund to the company any of its money or property which they have improperly paid away or transferred. ഇൻ കേസ് ഡയറക്ടേഴ്സ് വഴി എന്തെങ്കിലും മണിയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ ഇംപ്രോപ്പറായിട്ട് അല്ലാതെ കറക്റ്റായിട്ടുള്ള വേയിലല്ലാതെ എന്തെങ്കിലും എന്ന് വെച്ചാൽ മിസ്റ്റേക്സ് വഴി എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്യേണ്ടത് ആരാണ്? ഈ ഡയറക്ടർ തന്നെയാണ്. ഓക്കെ, ദെൻ ഡയറക്ടർ ട്രസ്റ്റീസ് ഓഫ് പവേഴ്സ് entrusted to them in the sense that they must exercise their powers honestly and in the interest of the company. ഡയറക്ടേഴ്സ് ട്രസ്റ്റീസ് ആണ്. കാരണം എന്താണ്? ആ കമ്പനിയുടെ ഫുൾ പവറും അതുപോലെ തന്നെ ഹോണസ്റ്റായിട്ട് ആ കമ്പനിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം. അതുപോലെ തന്നെ കമ്പനിയുടെ ഇൻട്രസ്റ്റിൽ, അതായത് കമ്പനിക്ക് നല്ലത് വരുന്ന രീതിയിൽ ട്രസ്റ്റി ആയിട്ട് ഒരു വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഡയറക്ടർ. അതുകൊണ്ട് തന്നെ ഡയറക്ടറെ നമ്മൾക്ക് ട്രസ്റ്റീസ് എന്ന് പറയാം. However, they are not trustees in a real sense of the word because they are not vested with the ownership of a company's property. പിന്നെ നമ്മൾക്ക് പറയാം ആ കമ്പനിയുടെ പ്രോപ്പർട്ടിയിൽ വരുന്ന ഓണർഷിപ്പ് ഒരിക്കലും ഡയറക്ടേഴ്സിന് ഉണ്ടാവില്ല, അല്ലേ? ഒരു കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് എലക്ട് ചെയ്യുന്ന ആളാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അവർക്ക് ആ കമ്പനിയുടെ ഫുൾ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു സെൻസിൽ നമ്മൾക്ക് പറയാം ഡയറക്ടേഴ്സ് ട്രസ്റ്റീസ് അല്ല എന്നുള്ള കാര്യം. ദെൻ they can be regarded as trustee only as regards of some of their obligations and powers. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയുടെ മണി ആൻഡ് പ്രോപ്പർട്ടി ആൻഡ് അതിൻ്റെ കൺട്രോള് ആരുടെ കയ്യിലാണ്, അവരെ നമ്മൾക്ക് ട്രസ്റ്റീസ് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡയറക്ടേഴ്സിനെ നമ്മൾക്ക് ട്രസ്റ്റീസ് എന്ന് വിളിക്കാം, പക്ഷേ അത് അവർ ചെയ്യുന്ന അവരുടെ ഒബ്ലിഗേഷൻസ് ആൻഡ് പവേഴ്സ് അതിൻ്റെ ബേസിസിൽ മാത്രം, ആ കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് അവരുടെ കീഴിൽ വെച്ചിട്ടുള്ള കുറച്ച് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസിൻ്റെ ബേസിസിൽ നമ്മൾക്ക് അവരെ ട്രസ്റ്റീസ് എന്ന് പറയാം. ബട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പ്രോപ്പർട്ടീസ് ആൻഡ് മണിയുടെ ഓണർഷിപ്പിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡയറക്ടേഴ്സിനെ ട്രസ്റ്റീസ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഒരിക്കലും ഒരു കമ്പനിയുടെ ഫുൾ പ്രോപ്പർട്ടി ആൻഡ് മണി ഡയറക്ടേഴ്സിന് സ്വന്തമല്ല. ഓക്കെ,
Thus, a fiduciary position towards the company is the reason why often they are termed as quasi-trustees. അതുകൊണ്ട് തന്നെ അവരെ ഒറിജിനൽ ട്രസ്റ്റീസ് എന്ന് പറയില്ല, കോസി ട്രസ്റ്റീസ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഒറിജിനൽ അല്ല, ബട്ട് ദേ ആർ ആക്ടിങ് ആസ് എ ട്രസ്റ്റി ബട്ട് നോട്ട് എൻ ഒറിജിനൽ ട്രസ്റ്റി ഓഫ് ദ കമ്പനി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഡയറക്ടേഴ്സ് ആസ് മാനേജിംഗ് പാർട്ട്ണർ. The director are also sometimes described as a managing partner because, like a partner of a firm, they manage the affairs of a company and they are also usually important shareholders of a company. Then മാനേജിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഫുൾ മാനേജിങ് അഫെയേഴ്സ്, ആ കമ്പനിയുടെ ഫുൾ അഫെയേഴ്സും അതിൻ്റെ ഡീലിങ്സും എല്ലാം മാനേജ് ചെയ്യുന്ന ഒരാളെയാണ്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ പാർട്ട്ണറിനെയാണ് നമ്മൾ മാനേജിങ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് പറയാം ആ കമ്പനിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഷെയർ ഹോൾഡറാണ് ഈ പറയുന്ന ഡയറക്ടർ, അല്ലേ? ഡയറക്ടർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സിലൊരു മെമ്പറാണ്, അല്ലേ? ഷെയർ ഹോൾഡേഴ്സിൽ ഒരാളാണ് ഈ പറയുന്ന ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. എല്ലാ ഷെയർ ഹോൾഡേഴ്സും കൂടെ എലക്ട് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡറാണ് ഡയറക്ടർ. സോ ആ കമ്പനിയുടെ അഫെയർസ് എല്ലാം മാനേജ് ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന ഡയറക്ടർ. സോ നമുക്കവരെ മാനേജിങ് പാർട്ട്ണർ എന്ന് പറയാം. However, they are not managing partner in a real sense, since the principle of mutual agency which governs a relationship between partners do not govern the director. അപ്പോൾ നമ്മൾക്ക് അവർ ഡയറക്ടർ ആണെന്ന് പറയാം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് മാനേജിങ് പാർട്ട്ണർ ആണെന്ന് പറയാം? ബിക്കോസ് അവർ ആ കമ്പനിയുടെ അഫെയേഴ്സ് മാനേജ് ചെയ്യുന്നത് കൊണ്ട് മാത്രം. പക്ഷേ ലോ റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും ഒരു കമ്പനിയുടെ മാനേജിങ് പാർട്ട്ണറാണ് ഡയറക്ടർ എന്നുള്ളത്. നമ്മളൊരു കമ്പനിയുടെ ഡയറക്ടർ ആവാനുള്ള ക്വാളിഫിക്കേഷൻസിൽ നമ്മൾ പറഞ്ഞു ഒരിക്കലും ആ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരാവരുത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മാനേജിങ് പാർട്ട്ണറായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും കമ്പനിയുടെ ഡയറക്ടർ ആവാൻ സാധിക്കില്ല. സോ നമ്മൾക്ക് അവർ മാനേജ് ചെയ്യുന്ന കമ്പനിയുടെ അഫെയർസ് മാനേജ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് അവരെ മാനേജിങ് പാർട്ട്ണർ എന്ന് പറയാം. ബട്ട് റിയൽ സെൻസിൽ ഇറ്റ്സ് നോട്ട് എ മാനേജിങ് പാർട്ട്ണർ ഓഫ് ദ കമ്പനി. ഓക്കെ, ഡയറക്ടർ കനോട്ട് ബി എ മാനേജിങ് പാർട്ട്ണർ ഓഫ് ദ കമ്പനി. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.